അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് എവരിവൺ. നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ 28ാമത്തെ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് വളരെ നിസ്സാരമായ, വളരെ നിഷ്പ്രയാസം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന കഴിഞ്ഞ പാഠത്തിൻ്റെ ഒരു തുടർച്ചയാണ്. കഴിഞ്ഞ പാഠത്തെ നമ്മൾ രണ്ടാക്കിയതാണ് സത്യത്തിൽ എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എളുപ്പത്തിന് വേണ്ടി, തുടക്കക്കാർക്ക് വേണ്ടി, ആദ്യമായി പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി, പ്രയാസമില്ലാതെ പഠിക്കാൻ വേണ്ടി ക്ലാസ്സിനെ 2 പാർട്ടാക്കിയതാണ്. അപ്പോൾ നേരെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അവൾ നന്നായി കുട്ടികളെ പഠിപ്പിക്കാറില്ല, ആ ടീച്ചർ നന്നായി കുട്ടികളെ പഠിപ്പിക്കാറില്ല. ഇങ്ങനെയൊക്കെ നമുക്ക് പറയേണ്ടി വരുമ്പോൾ എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് സബ്ജക്റ്റാണ് കൊടുക്കേണ്ടത്. ഇവിടെ സബ്ജക്റ്റിൽ ഐ യു ഒഴികെയുള്ള എല്ലാ ഏകവചനവും നമുക്ക് ചേർക്കാൻ പറ്റും. അതാണ് ഇന്നത്തെ പാഠത്തിലെ സബ്ജക്റ്റിൻ്റെ പ്രത്യേകത. അതിനുശേഷം നമ്മൾ ചേർക്കേണ്ടത് ഡസിൻ്റ് ആണ്. ഡസ് പ്ലസ് നോട്ടാണ് ഡസിൻ്റ്. അതിനുശേഷം നമ്മൾ വെർബിൻ്റെ ബേസിക് ഫോമാണ് ചേർക്കേണ്ടത്. ഉദാഹരണത്തിന് ഹി ഡസിൻ സ്റ്റഡി, ഹി ഡസിൻ സ്റ്റഡി വെൽ, ഹി ഡസിൻ സ്റ്റഡി വെൽ, ഹി ഡസിൻ സ്റ്റഡി വെൽ. അവൻ നന്നായി പഠിക്കുന്നില്ല. അവൾ നന്നായി പഠിപ്പിക്കുന്നില്ല എന്നാണെങ്കിലോ ഷീ ഡസിൻ ടീച്ച് വെൽ, അവൾ നന്നായി പഠിപ്പിക്കുന്നില്ല. ആ ടീച്ചർ നന്നായി പഠിപ്പിക്കുന്നില്ല എന്നാണെങ്കിലോ ദാറ്റ് ടീച്ചർ ഡസിൻറ്റ് ടീച്ച് വെൽ. ആ ടീച്ചർ നന്നായി പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ നന്നായി പഠിപ്പിക്കുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് കഴിഞ്ഞത്തെ പാഠത്തിലാണ് അത് പറയേണ്ടത്. യു ഡോണ്ട് സ്റ്റഡി വെൽ എന്നുള്ളതാണ്, യു ഡോണ്ട് ടീച്ച് വെൽ എന്നുള്ളതാണ് നിങ്ങൾ നന്നായി പഠിപ്പിക്കുന്നില്ല എന്നതിന് പറയേണ്ടത്. കഴിഞ്ഞ പാഠത്തിലേക്കാണ് നാം അതിന് വേണ്ടി പോകേണ്ടത്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ മധ്യത്തിൽ ഡോണ്ട് ആണ് ചേർത്തിരുന്നത്. ഈ പാഠത്തിൽ നമ്മൾ ഡസിൻറ്റ് എന്നാണ് ചേർക്കേണ്ടത്. ഡസ് പ്ലസ് നോട്ട്, അതാണ് ഡസിൻറ്റ് എന്നുള്ളത്. അതാണ് നമ്മളിവിടെ മധ്യത്തിൽ ചേർക്കുന്ന ആ ഒരു വ്യത്യാസം മാത്രമാണുള്ളത്. അർത്ഥം കിട്ടുന്നത് ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥവും നമുക്ക് കിട്ടും, അതേപോലെ തന്നെ ചെയ്യാറില്ല എന്നുള്ളൊരർത്ഥവും നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ അവൾ നന്നായി പാടുന്നില്ല, ഷീ ഡസിൻ സിങ്, ഷീ ഡസിൻ സിങ് വെൽ, അവൾ നന്നായി പാടുന്നില്ല എന്നാണ്. മിനിസ്റ്റർ നന്നായി പ്രവർത്തിക്കുന്നില്ല, മിനിസ്റ്റർ ഡസിൻ ആക്ട് വെൽ, മന്ത്രി നന്നായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് നമുക്ക് പറയേണ്ടത്. എങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഫസ്റ്റ് സബ്ജക്റ്റ് കൊടുത്തു, മിനിസ്റ്റർ ഡസിൻറ്റ് ആക്ട് വെൽ, നന്നായി പ്രവർത്തിക്കുന്നില്ല. വിദ്യാർത്ഥി നന്നായി പഠിക്കുന്നില്ല, സ്റ്റുഡൻറ്റ് ഡസിൻ സ്റ്റഡി വെൽ, വിദ്യാർത്ഥി നന്നായി കളിക്കുന്നില്ല, സ്റ്റുഡൻറ്റ് ഡസിൻ പ്ലേ വെൽ. അപ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് ഐ ഒഴികെയുള്ള ഏത് ഏകവചനവും നമുക്കിവിടെ സബ്ജക്റ്റായി ചേർക്കാം. അതിനുശേഷം ഡസിൻറ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം മൂന്നാമത് വെർബിൻ്റെ ബേസിക് ഫോം കൊടുക്കുക. അതാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. പിന്നെ ആവശ്യാനുസരണം നമുക്ക് ഓരോ സെൻറ്റൻസിനെ ദീർഘിപ്പിക്കാൻ വേണ്ടി ആവശ്യാനുസരണം ഓരോന്ന് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് അവൻ്റെ സഹോദരൻ ഇവിടെ വരാറില്ല, എങ്ങനെ പറയും? അവൻ്റെ സഹോദരൻ എന്നതിന് ഹിസ് ബ്രദർ എന്നാണ് പറയേണ്ടത്. ഹിസ് ബ്രദർ ഡസിൻ കം ഹിയർ. ഫസ്റ്റ് സബ്ജക്റ്റാണ് അപ്പോൾ ഹിസ് ബ്രദർ എന്നുള്ളത്. His brother doesn't come here എന്ന് പറഞ്ഞാൽ അർത്ഥം അവൻ്റെ സഹോദരൻ ഇവിടെ വരാറില്ല എന്നർത്ഥം കിട്ടും. ഇപ്പോൾ ഹിസ് ബ്രദർ എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അതിനുശേഷം മധ്യത്തിൽ ഡസിൻറ്റ് കൊടുത്തു, മൂന്നാമത് വർബ് കൊടുത്തു കം എന്നുള്ളത്. ഇപ്പോൾ അവൻ്റെ സഹോദരൻ വരാറില്ല, നമുക്ക് ഇവിടെ നിന്ന് ചേർക്കണം എന്നുണ്ട്, അപ്പോൾ ഹിയർ എന്നുള്ളത് കൊടുത്തു. ഹിസ് ബ്രദർ ഡസിൻ കം ഹിയർ, അവൻ്റെ സഹോദരൻ അവിടെ പോകാറില്ല. ഹിസ് ബ്രദർ ഡസിൻ ഗോ ദർ എന്ന് പറഞ്ഞാൽ മതി. നിൻ്റെ ഭർത്താവ് ഇവിടെ വരാറില്ല. യുവർ ഹസ്ബൻഡ് ഡസിൻ കം ഹിയർ, നിൻ്റെ ഭർത്താവ് ഇവിടെ വരാറില്ല. നിങ്ങളുടെ കുട്ടി ഇവിടെ പഠിക്കുന്നില്ല. യുവർ ചൈൽഡ് ഡസിൻ സ്റ്റഡി ഹിയർ, യുവർ ചൈൽഡ് എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. യുവർ ചൈൽഡ് ഡസിൻ സ്റ്റഡി ഹിയർ, നിങ്ങളുടെ കുട്ടി ഇവിടെ
പഠിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ അർത്ഥത്തിലുള്ള എന്ത് വേണമെങ്കിലും ഈ രൂപത്തിൽ പറയാൻ കഴിയുന്നതാണ്. എൻ്റെ സഹോദരൻ, മൈ ബ്രദർ, എൻ്റെ സഹോദരൻ അവിടെ പോകാറില്ല. മൈ ബ്രദർ ഡസിൻ ഗോ ദർ. എൻ്റെ ഭാര്യ അത് ചെയ്യാറില്ല. മൈ വൈഫ് ഡസിൻ ഡു ദാറ്റ്. എൻ്റെ ഭാര്യ അത് ചെയ്യാറില്ല. ഈ രൂപത്തിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളെ മനോഹരമായി നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന് ഏതാനും ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ എഴുതിയത്. ഇനി നമ്മൾ ഉദാഹരണങ്ങൾ ദീർഘമായി പലവട്ടം ഉദാഹരണങ്ങൾ ഉണ്ടാക്കി പരിശ്രമിക്കണം. എൻ്റെ സഹോദരി ചായ കുടിക്കാറില്ല എന്നപ്പോൾ എങ്ങനെ പറയും? മൈ സിസ്റ്റർ ഡസിൻ ഡ്രിങ്ക് ടീ. മൈ സിസ്റ്റർ ഡസിൻ ഡ്രിങ്ക് ടീ. എൻ്റെ സഹോദരി കോഫി കുടിക്കാറില്ല. മൈ സിസ്റ്റർ ഡസിൻ ഡ്രിങ്ക് കോഫി. ഇങ്ങനെയാണ് അതിനെ പറയേണ്ടത്. അതൊക്കെ നമുക്ക് ഈ സെൻറ്റൻസിൽ ഈ സ്ട്രക്ചറിലാണ് പറയേണ്ടത്. ഒരു ഉദാഹരണം കൂടി നമുക്ക് എഴുതാം. മൈ സിസ്റ്റർ ഡസിൻറ്റ് ഡ്രിങ്ക് കോഫി. എൻ്റെ സഹോദരി കോഫി കുടിക്കാറില്ല. എൻ്റെ സഹോദരൻ ചായ കുടിക്കാറില്ല എന്നാണെങ്കിൽ മൈ ബ്രദർ ഡസിൻ ഡ്രിങ്ക് ടീ എന്നാണ് നമ്മൾ പറയേണ്ടത്. എൻ്റെ മകൻ ഫുട്ബോൾ കളിക്കാറില്ല. മൈ സൺ ഡസിൻ പ്ലേ ഫുട്ബോൾ. എൻ്റെ മകൻ ഫുട്ബോൾ കളിക്കാറില്ല. നിൻ്റെ മകൻ ഫുട്ബോൾ കളിക്കാറില്ല. യുവർ സൺ ഡസിൻ പ്ലേ ഫുട്ബോൾ എന്നാണ് പറയേണ്ടത്. നിങ്ങളുടെ സഹോദരൻ ക്രിക്കറ്റ് കളിക്കാറില്ല എന്നാണെങ്കിലോ യുവർ ബ്രദർ ഡസിൻ പ്ലേ ക്രിക്കറ്റ്. ഇങ്ങനെ നമുക്കതിനെ പറയാം. അപ്പോൾ അവിടെ യുവർസ് ബ്രദർ എന്നുള്ളതാണ് സബ്ജക്റ്റ്. അതിനുശേഷം ഡസിൻറ്റ് എന്ന് പറഞ്ഞു, അതിനുശേഷം പ്ലേ എന്നുള്ളൊരു വർബ് പറഞ്ഞു. ഇതേ രൂപത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാൻ കഴിയുന്നതാണ്. സെലക്ട് എന്നിങ്ങനെയുള്ള എന്തെല്ലാം വർബുകളുണ്ടോ പരിചയത്തിലുള്ള വർബുകളെല്ലാം നമുക്ക് ഈ വർബിൻ്റെ സ്ഥാനത്ത് വെക്കാം. ഡ്രിങ്ക് എന്ന് വെച്ചതിന് പകരം അവിടെ ഒരു വർബ് മാറ്റി വെക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് മൈ സിസ്റ്റർ ഡസിൻ റീഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരി വായിക്കാറില്ല. മൈ സിസ്റ്റർ ഡസിൻ റീഡ് ദാറ്റ് ബുക്ക്. എൻ്റെ സഹോദരി ആ ബുക്ക് വായിക്കാറില്ല. മൈ സിസ്റ്റർ ഡസിൻ റീഡ് ദാറ്റ് ന്യൂസ് പേപ്പർ. എൻ്റെ സഹോദരി ആ ന്യൂസ് പേപ്പർ വായിക്കാറില്ല. ഇങ്ങനെ നമുക്ക് ഉദാഹരണങ്ങൾ അങ്ങനെ വർദ്ധിപ്പിച്ച് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ റിസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരായണം എന്നാണ്. മൈ സിസ്റ്റർ ഡസിൻ റിസൈറ്റ് ദാറ്റ് ഹോളി ബുക്ക്. ഒരു വിശുദ്ധ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതിനാണ് റിസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ സഹോദരി വായിക്കാറില്ല, വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കാറില്ല എന്നാണ് പറയേണ്ടത് എങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയുന്നതാണ്. മൈ സിസ്റ്റർ ഡസിൻ റിസൈറ്റ് ദ ഹോളി ബുക്ക്. ഹോളി ബുക്ക് വിശുദ്ധ ഗ്രന്ഥം എൻ്റെ സഹോദരി വായിക്കാറില്ല. നമുക്ക് അങ്ങനെ പറയാൻ കഴിയും. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ പാഠത്തിൽ ആകെ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ഏകവചനമായിട്ടുള്ള സബ്ജക്റ്റ് ഐ യു ഒഴികെയുള്ള ഏകവചനം സബ്ജക്റ്റ് കൊടുക്കുക. ദെൻ ഡസിൻറ്റ് എന്ന് മധ്യത്തിൽ കൊടുക്കുക. മൂന്നാമത് വർബ് ചേർത്ത് കൊടുക്കുക. അതോടെ ഇന്നത്തെ ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്ത് ഈ പാഠം നന്നായിട്ട് പഠിക്കണം. അതിനുവേണ്ടി കൂടുതൽ പരിശ്രമിക്കണം. ഇത്രയും ഉദാഹരണങ്ങളെല്ലാം നല്ലവണ്ണം നിങ്ങൾ പഠിച്ച് ശ്രദ്ധിക്കുകയും ചെയ്യുക. അതോടെ ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നല്ലവണ്ണം പാഠം പ്രാക്ടീസ് ചെയ്യുക.